ഇന്ത്യ റഷ്യ ഒരു പുതിയ ബന്ധത്തിലേക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. അതായത് നരേന്ദ്രമോദി പുടിൻ കൂടിക്കാഴ്ച. വിമാനത്താവളത്തിൽ എത്തി നരേന്ദ്രമോദി സ്വീകരിക്കുന്നു, ഒന്നിച്ച് ഒരേ വാഹനത്തിൽ സഞ്ചരിക്കുന്നു, പിന്നീട് അത്താഴ വിരുന്ന് അങ്ങനെ തുടരുന്നു. പുതുമയൊന്നുമില്ല. ഇല്ല, ഇന്ത്യ റഷ്യയുടെ എല്ലാവരും നല്ല ബന്ധമല്ലേ. ഇടക്കാലത്ത് നമ്മൾ അമേരിക്കയും ഇസ്രായേലൊക്കെ ആയിട്ട് കൂടുതൽ അടുത്ത സമയത്ത് ഈ ബന്ധത്തിന് അടിസ്ഥാനം വെച്ചാൽ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വേണമെന്നുണ്ട്. അവരുടെ വലിയൊരു ആയുധ മാർക്കറ്റാണ് ഇന്ത്യ. അവരുടെ സൈന്യത്തിന് പോലും അവർ കൊടുക്കാത്ത ഏറ്റവും മോഡേൺ വേർഷൻ സുഗോയ് പോലും ഈ പുട്ടിൻ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അവർ നമുക്ക് തന്നിട്ടുണ്ട്. പുട്ടിൻ വന്നതിന് ശേഷം അങ്ങനെയല്ല, ആദ്യം അവർ ഇൻഡക്ട് ചെയ്തിട്ടേ തരുള്ളൂ, പക്ഷേ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വലിയ മാർക്കറ്റാണ് നമ്മൾ. അവർക്ക് നമ്മളെ വിട്ട് കളിക്കാൻ പറ്റില്ല. നമുക്കാണെങ്കിൽ നിലവിലുള്ള സിസ്റ്റം ഓടിച്ചുകൊണ്ട് അവരുടെ സപ്പോർട്ട് ഇല്ലാതെയും പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നേവൽ എക്സസൈസ് നടന്ന സമയത്ത് ഞാൻ അത് കാണാൻ പോയില്ല. എൻ്റെ വീടിൻ്റെ മുകളിലൂടെ പറഞ്ഞിട്ടുള്ള ഹെലികോപ്റ്ററുകളൊക്കെ നോക്കിയിരുന്നു. എല്ലാം റഷ്യൻ മെയ്ഡാണ്, പക്ഷേ പലതും കലഹനപ്പെട്ടതാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ അമേരിക്കയുടെയൊക്കെ എയർ ഷോ ഒക്കെ ഞാൻ നേവീൻ്റെ എക്സസൈസൊക്കെ ഞാൻ ടി വി കണ്ടിട്ടുണ്ട്. അപ്പാച്ചെ ഹെലികോപ്റ്ററൊക്കെയാണ്, അത് രസമാണ്. നമ്മളെ ഈ ഓൾഡ് ജനറേഷൻ റാവത്തിന് അപകടം പറ്റിയില്ലേ, ആ രീതിയിലുള്ള ഹെലികോപ്റ്റർ അതൊക്കെ മാറ്റേണ്ട സമയമായി. VIP ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റാലിയൻ കമ്പനിക്ക് ഈ ഓർഡർ കൊടുത്തിരുന്നു. അത് അഴിമതി ആയതുകൊണ്ട് ഇനി അത് നടന്നില്ല എന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ റഷ്യയെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ നമ്മൾ അമേരിക്കയുടെ അടുത്താലും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അടുത്താലും റഷ്യനെ നമുക്ക് പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് അവരുടെ കയ്യിലാണ് കിടക്കുന്നത്. പിന്നെ അവർ നല്ല ആ കാലഘട്ടത്തിൽ നല്ല വാർ മെഷീൻസും ആയിരുന്നു അവരുടേത്. ഇപ്പം പിന്നെ അവർ സോവിയറ്റ് റഷ്യ തകർന്നതോട് കൂടിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ അവർക്ക് ആ രീതിയിൽ പറ്റിയിട്ടില്ല. ഇപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്ത് വരുന്നു എന്നാണ് അതിൻ്റെ ഒരു സ്ഥിതി. അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഉണ്ടായ ഒരു ഉരച്ചു എന്ന് വെച്ചാൽ നമ്മൾ അമേരിക്കനെ കൂടുതൽ ആശ്രയിച്ച് തുടങ്ങിയപ്പോൾ അവർ പാകിസ്ഥാനെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന അവാക്സ് വിമാനമൊക്കെ അവരുടെ ഇല്യൂഷൻ അവരുടെ വിമാനമാണ്. പിന്നെ ഒന്ന് സ്വീഡിഷ് എന്ന് തോന്നുന്നു, ഇല്യൂഷൻ സ്വീഡിഷ്. അവാക്സ് അറിയാറ്. അവാക്സ് വിമാനം ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്നതിൻ്റെ മാതിരി എയർബോൺ ടാർജറ്റുകളെ, എന്നുവെച്ചാൽ എയറിലുള്ള ടാർജറ്റുകളെ നമ്മൾ യുദ്ധവിമാനങ്ങൾ ടാർജറ്റ് ചെയ്യുന്നു. അത് നേരിട്ട് പൈലറ്റ് ഫിക്സ് ചെയ്യല്ല. അവാക്സിൽ ഇരുന്ന ഒരാൾ അവാക്സ് വിമാനമുണ്ട്, അത് ഉയർന്നു വന്നിട്ട് അതാണ് പിന്നെ ടാർജറ്റ് സെറ്റ് ചെയ്യുക. പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ബട്ടൺ ജോലി മാത്രമേ ഉള്ളൂ ഫൈറ്റർ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരുടെ ഒന്നും ഇല്യൂഷൻ അതൊക്കെ ആ സമയത്ത് കിട്ടിയെന്നോ, അല്ലെങ്കിൽ അവർക്ക് റഷ്യൻ കിട്ടില്ലല്ലോ പാകിസ്ഥാൻ. അപ്പം ഇപ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അമേരിക്ക തമ്മിലുള്ള ബന്ധത്തിലൊരു ഉലച്ചിൽ വന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമല്ല, അമേരിക്ക പണ്ടത്തെ പോലെ ഈ ഇൻ്റർനാഷണൽ കാര്യങ്ങൾ ആ രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. ട്രംപ് അയാൾക്ക് ആഭ്യന്തര വിഷയങ്ങളാണ് കൂടുതൽ വിഷയം, കൂടുതൽ കാര്യം. അപ്പോൾ ഈ സമയത്ത് മാത്രമല്ല ഒരു ഈഗോ വാർ മോഡിയും ട്രംപും തമ്മിൽ നടക്കുന്നുണ്ട്. ഈ ഫ്രണ്ട്സ് പിരിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണല്ലോ, ആ ഒരു പ്രോബ്ലം അവർ തമ്മിലുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ റഷ്യനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. റഷ്യക്ക് ഈ ഒരു സമയത്ത് അവർക്ക് യുദ്ധമായതുകൊണ്ട് ഓയിൽ യൂറോപ്പിലൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഓയിൽ ഇന്ത്യ വഴിയാണ് അവർ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അമേരിക്ക നമ്മളെ ഭീഷണിപ്പെടുത്തി. ഇനി ഇങ്ങനെ ഓയിൽ അവരോട് മേടിച്ചു കഴിഞ്ഞാൽ ഉപരോധം വരും നമ്മൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ നമ്മളിപ്പം വാങ്ങൽ കുറച്ചിട്ടുണ്ട്. അത് റഷ്യക്ക് വലിയ സെറ്റ് ബാക്കാണ്. നമ്മളെന്ന് വെച്ചാൽ ഈ ഇവിടെയുള്ള കമ്പനികളായ നൈര, അതുപോലെ തന്നെ അംബാനി. അപ്പോൾ നിങ്ങൾ പറയുന്ന അവങ്ങനെ ചില ചാനൽ നമ്മളെന്ന് പറയുന്നത് നമ്മളാണ്, കാരണം അവരൊക്കെയാണ് ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നിലനിർത്തുന്നത്. അവർ കൂടുതൽ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടും. അവരുണ്ടാക്കുന്ന റവന്യൂ നമ്മുടെ രാജ്യത്തിൻ്റെ GDP കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. അവർക്കുണ്ടാകുന്ന സ്വാധീനം രാജ്യത്തിന് ഗുണകരമായി മാറും. അപ്പം അംബാനി അദാനി എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെയാണ്, മനസ്സിലായില്ലേ? അതായത് മുതലാളിമാരെ വിചാരിച്ച് അവരെ കുഴിച്ച് തറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കുഴിച്ച് തറയ്ക്കണം എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ മുതലാളിമാരെ തൊഴിലേറ്റ് നടക്കുകയാണ്, അറിയാലോ. പിന്നെ അപ്പോൾ അതിലൊക്കെ കാലഹരണപ്പെട്ട വാദമുകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് പോലും ഒഴിവാക്കിയ വാദങ്ങൾ ഇപ്പോൾ എടുത്തു പിടിക്കുന്ന ന്യൂനപക്ഷത്തിലെ മത തീവ്രവാദികളാണ്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ മുതലാളിമാരെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള സാധനങ്ങളാണ് ഈ ന്യൂനപക്ഷങ്ങളിലുള്ള സാമുദായിക സംഘടനകൾ. അവർ ഈ മുതലാളിമാർക്കെതിരെ സംസാരിക്കുന്നതുകൊണ്ടാണ്. മുതലാളിമാർക്കെതിരായിട്ടുകൊണ്ടല്ല, അവർ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇന്ത്യക്കാരെ ഹിന്ദുക്കളായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരിപ്പോൾ മുതലാളിമാരെ എതിർക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവർ ഇപ്പോൾ എതിർപ്പ് മാറ്റി, അവർ മുതലാളിമാരെ തലയെടുത്തുകൊണ്ട് നടക്കുകയാണ്. ഇനി രണ്ടാമത് എതിർക്കുന്നത് ആരാണ്? ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ. അവരാണ് അമേരിക്ക, ഈ പറഞ്ഞ ഈ അംബാനി അദാനിയൊക്കെ വലിയ സാമാജിക ശക്തികളാണ്, മറ്റേ കൂടെ ജനവിരുദ്ധരാണെന്ന് പറയുന്നത്.
അവരുടെ ബേസിക് എന്താ, അവരുടെ ഫണ്ടിങ് വരുന്നത് എങ്ങനെ, മുതലാളിമാരായതാണ്. അവരേറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാ, മുതലാളിമാരെയാണ്. അപ്പോൾ അവരെന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ മുതലാളിമാരെ എതിർക്കുന്നത്? അവർ ഇന്ത്യക്കാർ ഹിന്ദുക്കളായതുകൊണ്ടാണ്. സിമ്പിൾ. അതാണ് അതിൻ്റെ കാര്യം. അല്ല, അവർക്ക് മുതലാളിത്തമായിട്ടൊരു പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് റഷ്യക്ക് ഇപ്പം നമ്മുടെ ആവശ്യമാണ്. നമുക്ക് അവരാവശ്യമുള്ളതിനെക്കാട്ടും കൂടെ റഷ്യക്ക് നമ്മളെയാണ് ആവശ്യം. എന്തുകൊണ്ട്? അവർ ഈ ഓയിൽ വിൽക്കണ്ടേ? നമ്മളല്ല അവരുടെ ഓയിൽ പ്രധാനമായിട്ട് മേടിക്കും. മാത്രമല്ല, പണ്ട് നമുക്ക് അത്യാധുനിക വിമാനങ്ങൾ തന്ന അവർ മാത്രമാണ്. ഇപ്പോൾ ഫ്രാൻസ് തരാൻ തയ്യാറാണ്, സ്വീഡൻ തരാൻ തയ്യാറാണ്. അമേരിക്ക തന്നെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഒരു ബാച്ചും കൂടെ അയച്ചിട്ട്, രണ്ടാമത്തെ ബാച്ചാണ് തുർക്കി ഇടപെട്ടലും കൂടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഹെലികോപ്റ്ററുകളൊക്കെ മാറും. ഇപ്പോൾ അടുത്തൊരു എയർ ഷോ വരുന്ന സമയത്ത് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളൊക്കെ വരും. അപ്പാച്ചെ നമ്മൾ ഇംഗ്ലീഷ് പടത്തിൽ കാണുന്നത്, ഈ എമ്പുരാൻ കണ്ടിട്ടില്ലേ, ആ സാധനം അത് വരും. അപ്പോൾ ഈ നമ്മൾ ഇന്ത്യ റഷ്യ ആ ഒരു ബന്ധം ഒന്നുകൂടെ ദൃഢമായി വരുന്ന അവസരത്തിൽ അമേരിക്ക ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഈർഷ്യ? അമേരിക്കക്ക് അതിൽ പ്രശ്നം ഉണ്ടാകും. പിന്നെ വേറൊരു പ്രശ്നം, അമേരിക്ക തരാത്ത വാർ മെഷീൻസ് നമ്മൾ അവരോട് മേടിക്കുന്ന അമേരിക്ക പറയുന്നതിന് അർത്ഥമില്ല. അമേരിക്ക 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റുകൾ നമുക്ക് തരാൻ തയ്യാറല്ല. അത് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് SU-57 നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അമേരിക്ക പറയുന്നതിൽ ലോജിക്കില്ല. അല്ലാതെ അമേരിക്ക വേറുണ്ട്. ഇപ്പം അമേരിക്ക തരാൻ തയ്യാറായിട്ടുള്ള സാധനങ്ങൾ F-16 പുതിയ വെർഷനൊക്കെ. പക്ഷെ അത് പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട്. നമ്മളെ മെയിൻ ശത്രുവാരാണ് പാകിസ്ഥാനാണ്. നമ്മൾ ചൈനയായിട്ട് ഇപ്പോൾ ഒരു ആ രീതിയിൽ പ്രതീക്ഷിക്കുന്നത്. ചൈന നേരിട്ട് നമ്മളോട് കൊളുത്താൻ വരില്ല. കാരണം ചൈനയ്ക്ക് മണി, ചൈനയ്ക്കും അത് തിരിച്ചടിയാവും. അപ്പോൾ പാകിസ്ഥാനുമായിട്ടാണ് നല്ല ഭ്രാന്തന്മാരാണല്ലോ നമ്മൾ ഏത് സമയം യുദ്ധം പ്രതീക്ഷിക്കുന്നത്. അവരുടെ കയ്യിൽ അമേരിക്കൻ വെപ്പൺസാണുള്ളത്. അപ്പോൾ F-16 നമുക്ക് കിട്ടിയ കാര്യമില്ല, അതിൻ്റെ ടെക്നോളജി അവർക്ക് അറിയാം. അപ്പോൾ ആ സമയം അതുകൊണ്ടാണ് നമ്മൾ റഫേൽ മേടിച്ചത്. റഫേൽ എന്ന് വെച്ചാൽ അവരുടെ കയ്യിലില്ലാത്തതാണ്, ഈ ചൈനയുടെ കയ്യിലും ഇല്ല. അപ്പോൾ റഫേൽ മേടിക്കാൻ പോലെ അപ്പോൾ റഷ്യൻ വിമാനങ്ങൾ ചൈനയുടെ കയ്യിലുണ്ട്. ചൈനയുടെ എല്ലാ ഫൈറ്റർ ജെറ്റുകളും അവർ തദ്ദേശീയമായി നിർമ്മിച്ച ഫൈറ്റർ ജെറ്റുകളെല്ലാം തന്നെ റഷ്യൻ ടെക്നോളജിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതവരെ കയ്യിലുണ്ട്. ഇപ്പോൾ ചൈനയായിട്ട് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് റഷ്യൻ വിമാനങ്ങൾ അത്ര എഫക്റ്റീവ് അല്ല. എന്നാൽ ഫ്രഞ്ച് വിമാനങ്ങൾ അവർ കണ്ടിട്ട് പോലുമില്ല. അതാണ് അതിൻ്റെ ഒരു ഗുണം. അതുകൊണ്ട് തന്നെ അമേരിക്കൻ വിമാനങ്ങൾ F-16 നമുക്ക് മുമ്പേ ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ മേടിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ F-16 റഫേൽ ആണെങ്കിൽ പാകിസ്ഥാൻ പരിചയമില്ല, ഇത് പാകിസ്ഥാൻ പരിചയമുള്ള വിമാനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം അമേരിക്കയ്ക്ക് അതിൻ്റെ ഈർഷ്യ ഉണ്ടാവും, അത് നമ്മൾ നോക്കേണ്ട കാര്യമല്ല. പിന്നെ അത് മാത്രമല്ല, അമേരിക്കനെക്കാണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ആൻറ്റി മിസൈൽ ടെക്നോളജി റഷ്യക്കാരുടെ S-500 അത് നമുക്ക് അവർ തരാമെന്ന ഓഫറുണ്ട്. അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. ഇനി നമ്മൾ വേറെ വല്ല സുഗോയിൻ്റെ പുതിയ വേർഷനൊക്കെ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് അവർ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അത് ലോജിക്കലല്ലേ. ഏതൊരു രാജ്യത്തിന് അവരുടെ ദേശീയ താല്പര്യമാണല്ലോ പ്രധാനം. പക്ഷെ അത് വിചാരിച്ചാൽ നമ്മൾ അമേരിക്കനെ പൂർണ്ണമായി വിടാൻ പറ്റില്ല. കാരണം നമ്മുടെ മാർക്കറ്റ് അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് നടക്കുന്നത് അമേരിക്കയിലാണ്, റഷ്യയിലേക്കല്ല. റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടാണ് ഇങ്ങോട്ട്. റഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ടാണ്. അമേരിക്കയിലേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഗുഡ്സ് അമേരിക്കയാണ്. പ്രധാന ടെക്സ്റ്റൈൽസ്, ഡയമണ്ട്സ്, ജുവൽസ്, അങ്ങനെ പലതും നമ്മൾ ജ്വല്ലറീസ്, ഇതൊക്കെ നമ്മൾ അമേരിക്കയിലേക്കാണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ ട്രംപിൻ്റെ ചില തീരുമാനത്തിന് വഴങ്ങിക്കൊടുക്കും. ചിലതൊക്കെ വാങ്ങിക്കൊടുക്കണം. ഇല്ലെങ്കിൽ ഇപ്പം രൂപയുടെ മൂല്യം ഡോളറിനോട് ഇതുവരെ ചരിത്രത്തില്ലാതെ തകർന്നിരിക്കുക. എന്തുകൊണ്ടാണ്? ചില സ്ഥലത്ത് അമേരിക്ക ചവിട്ടിപ്പിടിച്ചു. അമേരിക്ക ഇപ്പോഴും ലോകശക്തിയാണ്. ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ അമേരിക്കയ്ക്ക് വലിയ പങ്കാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് റഷ്യ നമ്മൾ കൂടുതൽ ഫ്രണ്ട്ലി ആവുന്നു എന്നുള്ളതുകൊണ്ട് അമേരിക്കയെ നമുക്ക് പൂർണ്ണമായിട്ടും വിടാനോ, അമേരിക്കക്കെതിരെ റഷ്യയും ചൈനയും തമ്മിലുള്ള ഒരു സഖ്യത്തിൻ്റെ ഭാഗമായി നമുക്കങ്ങനെ കണ്ണുടച്ചേക്കാനും പറ്റില്ല. ചൈനയെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് തൊട്ട് ചൈനയാണ്. മാത്രമല്ല, ഈ റഷ്യ, ഇന്ത്യ, ചൈന സഖ്യത്തിൽ പാകിസ്ഥാൻ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. പാകിസ്ഥാൻ അടുത്ത സുഹൃത്താണ് ചൈന. ഈ പാകിസ്ഥാൻ എന്ന ഇറാൻ വിട്ടുള്ള കാലത്തോളം നമുക്ക് കണ്ണുടച്ച് ഒരു സഖ്യത്തിൽ നിൽക്കാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഇങ്ങനെ എഴുതി തള്ളുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ ലോജിക്കലായി കാണുക എന്നുള്ളത്. റഷ്യയായിട്ട് ബന്ധം കൂടുതൽ നന്നാവുന്നുണ്ട് എന്ന് നല്ല കാര്യമാണ്. എന്ന് വിചാരിച്ച് കംപ്ലീറ്റ് ടെക്നോളജി അവർ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. അതാ SU-57 ഇവരെ സമയത്ത് തന്നെ UPA ഗവൺമെൻറ് സമയത്ത് തന്നെ നമ്മൾ അവരൊരു കരാറിൽ ഒപ്പിടാൻ പോയതാണ്. പക്ഷേ അവർ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളത് പിൻവലിച്ചത്. ഇനി ഇത്രത്തോളം ഈ പത്രത്തിൽ വരുന്ന നോക്കണ്ട, പത്രക്കാരെന്തെങ്കിലും തലയമാലും ഇല്ലാത്ത സാധനമേ കൊടുക്കുള്ളൂ. ഫൈനലി മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് MOU സൈൻ ചെയ്തിട്ടുണ്ടോ നോക്കുക, അതിലെന്തൊക്കെ വന്നിട്ടുണ്ടോ നോക്കിയിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പത്രക്കാർ പലതും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. പാകിസ്ഥാൻ്റെ കാര്യം ചർച്ചയായിട്ടുണ്ട്, തീവ്രവാദം അല്ലേ? തീവ്രവാദം അവർക്ക് വലിയ വിഷയമല്ലേ. ചെച്ചിനിയിൽ അവർക്ക് വലിയ തീവ്രവാദ മൂവ്മെൻറ്റുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അമേരിക്കയെ കണ്ട് റിലയബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് അത് റഷ്യ. അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അമേരിക്കനെ വിട്ടുള്ള കളിയൊന്നും നടക്കില്ല.
അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളാരാ സ്വയം മനസ്സിലാക്കണം. എനിക്കാണ് ഇവിടെ വന്നാൽ ഇനി അമേരിക്ക വേണ്ടതോ, റഷ്യൻ ഇന്ത്യ ചൈന സഖ്യം വരുന്നു, ലോകം ഇടയ്ക്ക് വന്നാൽ ആളുകൾ വ്യൂവർഷിപ്പ് കൂട്ടുക. അങ്ങനെ ആളുകളെ പറ്റിച്ച് വ്യൂവർഷിപ്പ് കൂട്ടുക. ഐ നോട്ട് ഇൻട്രസ്റ്റഡ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.